ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു ബ്രെഡ് പുഡിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കാരമൽ ബ്രെഡ് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു 3 ബ്രെഡ് മതിയാവും. ഞാൻ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് ഒരു 5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ 5 ബ്രെഡും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പൊട്ടിച്ചതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഞാൻ 3 സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കാം. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയതിന് ശേഷം ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരേക്കും നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പം പഞ്ചസാരയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആ പാത്രത്തിലേക്ക് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ നമ്മളിത് പാത്രം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു പഞ്ചസാരയൊന്ന് ആക്കി കൊടുക്കണം. നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പഞ്ചസാര പെട്ടെന്ന് തന്നെ തിക്കായി പോവും. ഇപ്പം ഞാൻ ഈ ഒരു പാത്രം മുഴുവനായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ പാത്രമൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇനി ബ്രെഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് കവർ ചെയ്തെടുക്കണം. ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ആവി ഇതിൻ്റെ മുകളിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവി വന്ന് തുടങ്ങിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്കൊന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. അപ്പം ഞാൻ അരമണിക്കൂറോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം. അപ്പം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് വരണം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് സൈഡിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന തരത്തിലുള്ള നല്ല അടിപൊളി പുഡിംഗ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.